നമസ്കാരം സർ. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക പീഡനാരോപണം പരാതി വരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയ ഒരു സാഹചര്യം. ഇനി MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നതും ചോദ്യമാണ്. എന്നിരുന്നാൽ തന്നെയും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി, അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ തിരികെ വരുമെന്ന ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ച് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ ഒരു പൊതു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഒരു നല്ല PR ഏജൻസി ഏൽപ്പിച്ചാൽ മതി. ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് വേണമെങ്കിൽ കേരളത്തിൽ വേണമെങ്കിൽ തിരിച്ചു വരാവുന്നൊരവസ്ഥയുണ്ട്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അന്ന് ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഓണത്തിന് ഈ പ്രധാനപ്പെട്ട ചാനലുകാരും തന്നെ സിനിമാക്കാരെ ഓണപരിപാടിക്ക് വിളിച്ചില്ല. പകരം രാഷ്ട്രീയക്കാരെ മറ്റു പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 6 മാസത്തിനകം തന്നെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇമേജിനെക്കാട്ടിയൊക്കെ വലിയൊരു ഇമേജിലേക്ക് സംഗതികൾ മാറി വന്നു, അല്ലേ? ഇന്നിപ്പോ മമ്മൂട്ടിയും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന സ്റ്റാർ പദവിയേക്കാൾ വലിയ പദവിയിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു പൊതു അന്തരീക്ഷം അത് കേരളത്തിൽ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലേ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം അതേപടി നിൽക്കുന്നു. അതിനകത്തുണ്ടായ ആരോപണങ്ങളെല്ലാം എങ്ങും എത്തിയിട്ടില്ല, ആരും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ജഡ്ജിമാര് ജസ്റ്റിസ് ഹേമയും കേരള ഹൈക്കോടതിയും ഞെട്ടിത്തെറിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു PR ഏജൻസി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് കേരളത്തിൽ പൊതു അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പല രീതിയിൽ വരുത്താം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർമ്മശേഷിയേക്കാൾ ഉപരി അയാൾക്ക് വേറെ ചില ക്വാളിറ്റീസ് ഉണ്ട്. ക്യാരക്ടറാണ് ഇല്ലാത്തത്. നമ്മുടെ കേരളത്തിന്റെ പൊതുസംഗതിയുണ്ട് ഈ വിദ്യാഭ്യാസവും അതുപോലെ കൾച്ചറും തമ്മിലുള്ള ബന്ധം. വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രിയോ അതല്ലെങ്കിൽ കുറെ വിവരങ്ങളോ ശേഖരിച്ചു വയ്ക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ റിഫൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെയിന്റ് സ്റ്റീഫൻ കോളേജ്. അപ്പൊ ഒരു സെയിന്റ് സ്റ്റീഫൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ഒരു പ്രിഡേറ്ററുടെ ക്യാരക്ടർ, ഒരു ഒട്ടും റിഫൈൻഡ് അല്ലാത്ത, ഒരു എമ്പതി തീരെ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എമ്പതി ഇത്തരം കാര്യങ്ങളൊക്കെ വരണം, മറ്റുള്ളവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി വേണം. അതൊന്നും ഇല്ലാത്ത ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തി ഉടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ വളരെ നാടകീയമായിട്ട് അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വരും. വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ആവർത്തിക്കുകയും അതേ സമയത്ത് എന്തിനെ നേരിടുന്ന ഒരു ശേഷിയുള്ളവനാണ് താനെന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ കുറ്റസമ്മതം നടത്തിയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു കേസിനകത്ത് ഞങ്ങൾ പരസ്പര ബന്ധത്തിന്റെ ഉഭയകക്ഷി സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനോട് ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട് സാർ. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാം, എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഞാനത് തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പശ്ചാത്താപമൊക്കെ നടത്തി വേണമെങ്കിൽ 1-2 ചാനൽ, ഇപ്പൊ ഇഷ്ടം പോലെ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ഇതിങ്ങനെ ഞാൻ എന്റെ ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവിന്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം അതാണ്. അപ്പം വാൽമീകി ഒരിക്കലും കാട്ടാളനായിരുന്നു, ആ കാട്ടാളൻ പോലും വാൽമീകിയായ ചരിത്രമുണ്ട്. അപ്പൊ ഞാൻ എന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ പറഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ അദ്ദേഹം ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകത്തെ കുറിച്ച് 2 ഇന്റർവ്യൂ കൊടുക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അസാധ്യ ഒറേറ്റർ ആണ്. പട്ടിയെ പൂച്ചയാക്കാനും പൂച്ചയെ തിരിച്ച് ആടാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്ക് ഈ വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ച് ധാരണയുണ്ട്, പിന്നെ ഹിസ്റ്ററിയെ കുറിച്ച് ധാരണയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അയാള് എനിക്ക് തോന്നുന്നു സെന്റ് സ്റ്റീഫനിലെ ഹിസ്റ്ററിയിലായിരുന്നു തോന്നുന്നു അയാളുടെ പോസ്റ്റ് ഗ്രാജുവേഷന്. അപ്പൊ അതൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. പിന്നെ ഇപ്പൊ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണം റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഓരോരോ വിഷയങ്ങൾ ചിലപ്പോൾ സാഹിത്യത്തിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് പൊളിറ്റീഷ്യൻസ് ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകത്തെ കുറിച്ച് 2 കുറിപ്പിടുക, അതിനെക്കുറിച്ച് 2 സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇമേജിന് വേറൊരു ഛായ വരും.
ഇപ്പൊ ഗോവിന്ദൻ മാഷ് പോലും ഒടുവിൽ 5 വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ പുതിയ ഒരു ട്രെൻഡാണ് പൊളിറ്റീഷ്യൻസ് ബുക്സിനെ കുറിച്ച് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് പിന്നെ ഏതെങ്കിലും ഒരു സംഭവം കേരളത്തിൽ ആർക്കെങ്കിലും ഒരു നീഡി ആയിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഒരു രോഗം കൊണ്ടായിരിക്കും, മറ്റേ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അപ്പൊ അതിനുവേണ്ടി ഒരു ഫണ്ട് കളക്ഷൻ റേസ് ചെയ്തിറങ്ങുന്നു. അപ്പൊ ഉടനെ നന്മമരമായി ഇങ്ങനെ ഇമേജ് അങ്ങോട്ട് മാറുന്നു. അത് വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ ഈ ലൈംഗിക ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് VK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ കുട്ടിയാണെന്നും പറഞ്ഞിട്ട് രജീന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോ ആ കുട്ടിയായിട്ടാണ് ഇപ്പൊ ഇന്ത്യ വിഷൻ ചാനലില് അവരുടെ തുടക്കത്തിന് വേണ്ടിയിട്ട് അത് മാധ്യമ പ്രവർത്തനത്തിന്റെ, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഈ ഒരു വാല്യൂ ഷിഫ്റ്റ് വന്നത് തന്നെ ഇന്ത്യ വിഷന്റെ തുടക്കത്തില് നികേഷ് കുമാർ ഈ VK കുഞ്ഞാലിക്കുട്ടിയുടെ ലൈംഗിക മറ്റേ ഈ അതിക്രമം, അതല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു രചന എന്ന് പറയുന്ന കുട്ടിയിലൊരു കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു സന്തതി ഉണ്ടെന്നും പറഞ്ഞതിനെ കാണിച്ചതിലൂടെയാണ് ഈ കേരളത്തിൽ ഇതിന് ഒരു വാല്യൂ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത് പരസ്യമായിട്ട്. അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് തലയിലൂടെ ഒക്കെ ആൾക്കാര് കറുത്ത തുണിയൊക്കെ ഇട്ട് മന്ത്രിയായിരിക്കുന്നത്. എന്നിട്ട് ആ കുഞ്ഞാലിക്കുട്ടി ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവാണ് അല്ലെ? വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വേണം. ഇപ്പം നാളെ മന്ത്രിസഭ UDF കിട്ടുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആയിരിക്കും. അതല്ലെങ്കിൽ തന്നെ UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് പോലും ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നു. അപ്പൊ അതുകൊണ്ട് ഇത് കേരളത്തിലത്തെ ഇന്നത്തെ പൊതു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ അങ്ങനെ വാല്യൂ സിസ്റ്റം ഒന്നും ഇപ്പൊ വലുതായിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവും. ഈ ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ഈ സിസ്റ്റത്തിൽ നിശ്ചയിക്കും, വാല്യൂ സിസ്റ്റത്തിൽ നിശ്ചയിക്കും. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സാധനം. അപ്പൊ ചില സാധനങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ ഒരിക്കലും മാറാതെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നാളെ ഫാഷനബിൾ ആണെന്നും പറഞ്ഞിട്ട് നാളെ ഇന്നോട്ട് ഞാൻ പല്ല് തേക്കുന്നില്ല അതാരും പറയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ മാറാതെ നിൽക്കേണ്ട ചില സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രോസ്റ്റിറ്റ്യൂഷന്റെ സൊസൈറ്റിയെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അന്തസ്സുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം എന്ന അർത്ഥം എന്ന് വെച്ചാൽ നേരായ വഴിയിൽ നിന്ന് മാറി നടക്കുന്നുള്ള അർത്ഥമാണ് വ്യഭിചാരത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ കൈക്കൂലി വാങ്ങിക്കുന്നതും വ്യഭിചാരമാണ്. അപ്പൊ ഈ വ്യഭിചാരത്തിന് അന്തസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും ആ സൊസൈറ്റിയിൽ പിന്നെ അരുതാത്തതൊന്നുമില്ല. ഉണ്ടോ? വ്യഭിചാരം എന്നിപ്പോ കൈക്കൂലി വാങ്ങിക്കുന്നത് നേരായ വഴിയല്ല, അത് വ്യഭിചാരമാണ്. ശരീരം ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നത് അത് നേരായ വഴിയല്ല, അത് വ്യഭിചാരമാണ്. അപ്പൊ വ്യഭിചാരത്തിന് അന്തസ് ഉണ്ടാക്കി കൊടുത്തൊരു അന്തസ്വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1999 കോഴിക്കോട്ടെ ഈ ലൈംഗിക തൊഴിലാളികളെ ഇപ്പൊ അങ്ങനെ സെക്സ്വൽ വർക്കേഴ്സ്, സെക്സിനെ വർക്കാക്കി മാറ്റി. വർക്ക് ഹാസ് ടു ബി വർഷിപ്ഡ്. വർക്ക് വളരെ വർഷിപ്പ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ സെക്സിനെ വർക്കാക്കുന്നതോടുകൂടി ഈ സെക്സ് വർക്ക് വർഷിപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ വ്യഭിചാരം കേരളത്തില് അതൊക്കെ ഒരു വെസ്റ്റേൺ അമേരിക്കൻ ഫണ്ടഡ് ഏജൻസികളുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു സൊസൈറ്റി ഒരു വാല്യൂ ഷിഫ്റ്റ് വന്നു. അപ്പൊ വ്യഭിചാരം പ്രശ്നമില്ലാത്ത സൊസൈറ്റിയിൽ പിന്നെന്താണ് വാല്യൂസ്? അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട്ട് ഒരു അൽഫാ മെയിൽ എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഒരു ഹീറോ ആയിട്ട് ഇവിടെ കൊണ്ട് കാണിക്കാം. അത് എപ്പോഴും എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യമാണ്. ഒരു പറ്റ മനുഷ്യർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാവമാണ്, രാഹുലിനെ പെടുത്തി, ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും. എന്നെ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതിനകത്ത് വലിയ അത്ഭുതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും സൊസൈറ്റി. അപ്പൊ ഇതിനകത്ത് ഈ അത്ഭുതപ്പെടുത്തും എന്ന് പറയുന്നത് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അത്ഭുതങ്ങൾ മാറി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ട് ഒരു 7-8 വർഷം മുമ്പ് വരെ ഞാൻ തൃശ്ശൂർ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്, ആ ദിവസങ്ങളെ മറന്നേക്കുക. അതായത് പീരിയഡ്സിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്ന് വളരെ ഗോപ്യമായിട്ടാണ് ആൾക്കാർ വന്നിട്ട് അന്ന് ഈ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ വാങ്ങിച്ചിരുന്നത്. ഒരു ഏകദേശം ഒരു 10 വർഷം മുമ്പ് വരെ. അതേതോ ഒരു മോശപ്പെട്ട സാധനമാണെന്ന് വിചാരിച്ചു. അത് മോശപ്പെട്ട സാധനമായിട്ട് ഒരിക്കൽ പോലും കേരളത്തില്, പഴയ കേരളത്തില് അത് കണ്ടിട്ടില്ല. അത് നമ്മുടെ ഒരു വിക്ടോറിയൻ ഇറക്കുമതിയായിരുന്നു സാധനം. കാരണം പണ്ടൊക്കെ സ്ത്രീകള് വീട്ടിലെ ഇപ്പൊ ഈ വെളിക്ക് മാറുക എന്നാണ് പറയുക.
അപ്പൊ അവര് ആ വിളയ്ക്ക് മാറുന്നതിന് പ്രത്യേകിച്ച് ചില ഇരിക്കാൻ സ്ഥലങ്ങളുണ്ടാവും. അവർ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ജോലി മാറിയിരിക്കും. അതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ചെയ്തിരുന്ന സംഗതി. അന്ന് ആ ദിവസങ്ങളിൽ അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അപ്പൊ ഇതൊക്കെ മാറിയിട്ടൊരു വിക്ടോറിയൻ സ്റ്റൈൽ. ആദ്യമേ ഈ വിക്ടോറിയൻ ആ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്തോ ഒരു മോശമാണ്, ഇത് ഗോപ്യമായിട്ട് വെക്കേണ്ടതാണ് പറഞ്ഞത്. അപ്പൊ അതിപ്പോ നമ്മൾ മാറി. അതിപ്പോ ഒരു 4-5-6 വർഷം കൊണ്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടാണ് ഈ ആർത്തവം എന്നുള്ള സാധനം ഒരു നോർമൽ സാധനമാണ്. ഇങ്ങനെ നോർമലൈസേഷൻ ചിലതിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കയറി നോർമലൈസ് ചെയ്ത് ഇപ്പൊ വ്യഭിചാരത്തിനെ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നോർമലൈസ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇന്നിപ്പോ കേരളം അനുഭവിക്കുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ഇപ്പൊ തന്നെ ഒരു വനിതാ മാഗസിനിൽ ഒരു ലേഖനം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. ഞാൻ മറ്റേ ഹരിദ്വാറിലേക്ക് പോയി. അപ്പൊ ഒരു സ്ത്രീ അവരുടെ ഇത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ വെച്ചൊരാളെ പരിചയപ്പെട്ടു. ഞങ്ങൾ പേര് ചോദിച്ചില്ല, ഞങ്ങൾ ഒന്നിച്ച് മുറിയെടുത്തു. ഞങ്ങൾ ലൈംഗികമായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു, ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു അടുപ്പമില്ല. അപ്പൊ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വാല്യൂ സിസ്റ്റത്തിനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് കേരളത്തിനെ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അതേപോലെ ചില ബുദ്ധിജീവികളും, ഇപ്പൊ നമ്മുടെ ബുദ്ധിജീവികൾ പോലും ചില വളരെ വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വനിതാ ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട്, പിന്നെ സ്ത്രീകൾക്ക്, വിവാഹിതയായ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രണയമായിക്കൂടാ, 2 സിലിണ്ടർ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ 2 സിലിണ്ടർ സൂക്ഷിക്കുന്ന പോലെ നിങ്ങൾക്ക് പാരലലി ഭർത്താവിനോടൊപ്പം ഒരു കാമുകനെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്ന ഒരു ബുദ്ധിജീവിയായിട്ടുള്ള ഒരു പ്രൊഫസർ ഒന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാതെ നമ്മളിൽ ഈ ഇതിനെ കുറിച്ചിട്ടുള്ള ഈ സെൻസിറ്റിവിറ്റി അങ്ങ് പോകും. ഈ സെൻസിറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻഷിപ്സിലോ വാല്യൂ സിസ്റ്റത്തിലോ യാതൊരു ബന്ധമില്ല. പക്ഷെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുരുഷന്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായാൽ അത് വളരെ നോർമലൈസ്ഡ് ആണ് നമ്മുടെ സമൂഹത്തില്. സ്ത്രീക്ക് ഉണ്ടാകുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. എന്തുകൊണ്ട് അവൾക്ക് അത് ഉണ്ടായി എന്ന ചോദ്യം വരുന്നത്, അല്ലെ? അതെ, അതാണ് പ്രശ്നം. ഇത് രണ്ടുപേർക്കും വേണ്ടതാണ്. അപ്പൊ ഇവിടെ ക്യാരക്ടർ വേണ്ടത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ഈ നോർമലൈസേഷൻ കൊണ്ടുവരുന്നത് എല്ലാ ആണുങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഈ സ്ത്രീകൾ ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഉദാഹരണത്തിന് അൾട്രാവയലറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ട്. അവരാണ് ഈ ലിബറലിസത്തിന്റെ, ഈ വിമൻസ് ലിബിന്റെ കംപ്ലീറ്റ് ഐഡിയോളജി എക്സ്പോർട്ട് ചെയ്തത്. ഈ അൾട്രാ വയലറ്റ്സിന്റെ ഗൂഗിൾ കയറി നോക്കുക ആരാണ് ഫണ്ട് ചെയ്യുന്നത്. അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും ഫോർഡ് ഫൗണ്ടേഷനും തോംസൺ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ആണ്. മനസ്സിലായില്ല? അവരുടെ പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം നമ്മളുടെ മറ്റുള്ള രാജ്യത്തെ മുഴുവൻ ഒരു മാർക്കറ്റായിട്ടാണ് കാണുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു വലിയ സൊസൈറ്റി ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡിസ്റ്റർബ്ഡ് മദർ, അവരുടെ ഒരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു ഡ്രഗ് മാർക്കറ്റിനൊരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്, ആംസ് മാർക്കറ്റിന് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് അജ്മൽ കസബിന്റെ ഉമ്മ അവര് ദാരിദ്ര്യത്തില്, അവരുടെ ഹസ്ബൻഡ്, ഈ അജ്മൽ കസബിന്റെ ഫാദർ, അവരൊരു കുട്ടി ഉണ്ടാവുന്നു, വീട്ടുകാർ നോക്കുന്നില്ല, അവര് പട്ടിണിയിൽ കിടന്ന് വീഴുന്നു. ഈ സ്ത്രീക്ക് തന്റെ മകനെ നോക്കാൻ പറ്റുന്നില്ല. അവൻ 14 വയസ്സായപ്പോഴത്തേക്ക് ടെററിസ്റ്റ് ക്യാമ്പിൽ പോയി ജോയിൻ ചെയ്തു, അല്ലെ? എന്നിട്ട് തിരിച്ചവൻ മുംബൈയിൽ വന്നിട്ട് 19 വയസ്സിൽ 206 പേരെ വെടിവെച്ചു കൊന്നു. അപ്പൊ ദാറ്റ് മീൻസ് ഒരു ഡിസ്റ്റർബ്ഡ് മദർ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഇസ് എ പൊട്ടൻഷ്യൽ ത്രെറ്റ് ടു ദ ഹോൾ വേൾഡ്, അല്ലെ? പാകിസ്ഥാനിലുണ്ടായ ഒരു അസ്വസ്ഥയായ അമ്മയുടെ അസ്വസ്ഥതയിൽ നിന്നാണ് ബോംബെയില് ഇത്രയും പേര് മരിക്കാനിടയായത് എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ പറഞ്ഞതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയൊക്കെ വളരെ ആസൂത്രിത പദ്ധതിയാണ് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, സ്ത്രീകളെ ഡിസ്റ്റർബ്ഡ് ആക്കുക. സ്ത്രീകളെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആയിക്കോളും. അപ്പൊ ഇങ്ങനെ വയലൻസും ഇതൊക്കെ സൃഷ്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആയുധ വിപണി ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വാല്യൂ സിസ്റ്റം കൾച്ചറിനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ കൾച്ചറിനെ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള നോർമലൈസേഷൻ വരുന്നത്. ഇപ്പൊ വിചാരത്തിനെ അല്ലെങ്കിൽ സെക്സിനെ നോർമലൈസ് ചെയ്യുക. യാതൊരു ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കൊച്ചിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ചില സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാവുന്നത്? അപ്പോ സിസ്റ്റർ ആൻഡ് ബ്രദർ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു. നമ്മുടെ കൊച്ചിയിലുണ്ടായ സംഭവം. അതൊരു കുട്ടിയെ ഒരു കുട്ടി പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പിനെ എല്ലാം നിശ്ചയിക്കുന്നത് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ നൈസിറ്റീസ് ആണ്, സെൻസിറ്റിവിറ്റീസ് ആണ്. അതല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അച്ഛൻ മകൾ ബ്രദർ സിസ്റ്റർ എന്നുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനകത്ത് വളരെ അദൃശ്യമായതും അതേസമയം വളരെ ശക്തമായതുമായിട്ടുള്ളൊരു
ഒരു എന്താ പറയാ സെൻസിറ്റിവിറ്റിയാണ് അല്ലെ. അതെ അതെ. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ഡൈലൂട്ട് ചെയ്ത് കളയും ഈ നോർമലൈസേഷനിലൂടെ. അപ്പൊ ആ ഒരു ഫേസിലൂടെയാണ് ഇന്നിപ്പോ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ 6 മാസം എന്നൊക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ പറഞ്ഞാണ്. ഒരു 3 months വിചാരിച്ചാൽ പോലും വേണമെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ട് തിരിച്ചു വരാൻ പറ്റും.